സാധാരണയായിട്ട് ജൈവകൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ് നമുക്കിപ്പോൾ രാസവള കൃഷിയെ അപേക്ഷിച്ച് കായ്കളുടെ വലിപ്പം കുറയുക അല്ലെങ്കിൽ കായ്കൾ നല്ലവണ്ണം കിട്ടുന്നില്ല, പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെന്ത് പ്രതിവിധി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയും നാരങ്ങയും വെച്ചിട്ടുള്ളൊരു മിശ്രിതം നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചെടികളുടെ കായ്കളുടെ വലിപ്പം കൂട്ടുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെടികളുടെ പൂക്കൾ കൊഴിയുന്നത് തടയുക. ഇത് പച്ചക്കറിക്ക് മാത്രമല്ല, ഈവൻ നമ്മുടെ അലങ്കാര ചെടികൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയിട്ടുള്ള ഒരു മിശ്രിതമാണ്. നമ്മൾ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് 6 മുട്ട ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു മുട്ട മിശ്രിതം, എഗ് അമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഇതാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 6 മുട്ട, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കണം. അതിൽ പ്രസ്സിങ് അടപ്പമുള്ളത് ഒരിക്കലും എടുക്കരുത്. തിരികെ അടയ്ക്കുന്ന രീതിയിലുള്ളത് മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം ഇതിനകത്ത് നാരങ്ങയുടെയും ഇതിൻ്റെയും രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഗ്യാസ് ഉണ്ടാവും. ഈ ഗ്യാസ് തിരികെ അടപ്പല്ലാത്തൊരു നമ്മൾ പ്രസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് നിറയുന്നതനുസരിച്ച് അടപ്പ് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന്, ആദ്യം മുട്ട എടുക്കുക. നാടൻ മുട്ടയാണ് ഏറ്റവും നല്ലത്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മുട്ട ഏതാണോ അതനുസരിച്ച് ചെയ്യാം. നാടൻ മുട്ട കിട്ടുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഈ മുട്ട ആദ്യം നമുക്കൊരു പാത്രം, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക്കിലുള്ള എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടുക്കി വയ്ക്കുക. പൊട്ടരുത്. മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്ന്, മുട്ട പൊട്ടാനായിട്ട് പാടില്ല. പിന്നെ കേടുവരാത്ത മുട്ടയായിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്മെല്ലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മുട്ട ഈ മിശ്രം തന്നെ കേടായിപ്പോവും. അവിടെ ഒരിക്കലും അത്തരത്തിൽ സംഭവിക്കാൻ പാടില്ല. പാത്രത്തിൽ അടുക്കി വയ്ക്കുക. എന്നിട്ട് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നാരങ്ങ നീരൊഴിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 40ഓളം നാരങ്ങ വേണ്ടി വന്നു. ഒന്ന്, നാരങ്ങയുടെ വലിപ്പം കുറവായതുകൊണ്ടാണ്. വലിപ്പം കൂടിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ടിയുള്ളൂ. 25-30 എണ്ണത്തിനകത്തിന് നിൽക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചിരിക്കും ഇതിൽ മുട്ടയുടെ നാരങ്ങ നീരിൻ്റെ അളവ് കൂടുന്നത്. അതായത് ആകൃതിയിലുള്ള ഒരു പാത്രം കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം അടിയിൽ നിന്ന് വീതി കുറഞ്ഞ് മേളിലേക്ക് വീതി കൂടിത്തോറും കിട്ടുന്ന അത്തരത്തിലൊരു പാത്രം കിട്ടിയാൽ വളരെ നല്ലത്. അത് വേണമെന്നില്ല, റൗണ്ടായിട്ടുള്ള ഈ രീതിയിലുള്ള പാത്രം തന്നെ എടുക്കാം. മുട്ട മുങ്ങി നിൽക്കുന്ന രീതിയിൽ നാരങ്ങ നീര് ഒഴിക്കുക. അതിൻ്റെ കുരു ഉൾപ്പെടെ ഇടാം. ഒരിക്കലും നാരങ്ങ മിക്സിയിലിട്ട് അടിച്ചൊഴിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നാരങ്ങ നീര് തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കാനോ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇത് കേടായി പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഉറപ്പായിട്ടും കേടായിപ്പോവും. അപ്പോൾ ചെയ്യാനുള്ളത്, ഒഴിച്ച് നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് 10 ദിവസം നമ്മൾ നിഴലുള്ള ഒരു സ്ഥലത്ത് വയ്ക്കുക. ഒരിക്കലും വെയിലത്ത് വയ്ക്കരുത്, നിഴലുള്ള ഒരു സ്ഥലത്ത് വയ്ക്കുക. 10 ദിവസത്തിന് ശേഷം ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് റബ്ബർ ബോൾ ആകൃതിയിലുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവൂ. തോട് മൊത്തം ദ്രവിച്ച് ചേർന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള ഭാഗം നമ്മൾ കൈകൊണ്ട് തന്നെ ഞെരടി ചേർക്കുക. എന്നിട്ട് ഈ 6 മുട്ടയ്ക്ക് ഒരു 150 ഗ്രാം ശർക്കര പൊടിച്ച് ചേർക്കണം. ശർക്കര പൊടിച്ച് ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. ഇളക്കിയിട്ട് വീണ്ടും അടച്ചൊരു 10 ദിവസം കൂടെ വെച്ചിരിക്കുക. മൊത്തം 20 ദിവസമാണ് ഇതിലേക്ക് വേണ്ടത്. ദിവസത്തിന് ശേഷം ഇതിനെ അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അതായത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു ലിക്വിഡായിട്ട് കിട്ടും. അതിനെ ഒരു കുപ്പിയിലാക്കി എയർ ടൈറ്റാക്കി നമുക്ക് എവിടെയാണോ സൂക്ഷിച്ച് വയ്ക്കാനുള്ള സൂക്ഷിച്ച് വയ്ക്കാം. സ്മെല്ലുണ്ടാവില്ല. പിന്നീട് ഇത് തളിക്കാൻ നേരത്തെ എടുക്കാനുള്ളത്, ഇതിൽ നിന്ന് 150 ml എടുത്തു കഴിഞ്ഞാൽ 5 ലിറ്റർ വെള്ളം. ഇതാണ് ഇതിൻ്റെ അനുപാതം. 150 ml 5 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് ചെടികളിൽ ഇത് കൂടുതലും ഉപയോഗിക്കുന്ന സമയം ഒന്ന് പൂക്കുന്ന സമയത്താണ്. നെല്ലിന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് പൂ വരുന്ന സമയത്ത് നമുക്കിത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പൂ കൊഴിയുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അത് വളരെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ കായ്കൾ ആയി വരുന്ന ഒരു പരുവത്തിൽ തളിച്ചു കഴിഞ്ഞാലും കായ്കളുടെ വലിപ്പം കൂട്ടാനും അല്ലെങ്കിൽ കായ്കൾ കൊഴിയുന്നതും നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് തളിച്ചു കൊടുക്കുക. തളിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നല്ല രീതിയിൽ ഒരു മഴ പെയ്ത് ചെടി എങ്ങനെ കുളിച്ച് നിൽക്കും അത്തരത്തിൽ തന്നെ തളിച്ചു കൊടുക്കണം. തളിച്ചു കൊടുത്തിട്ട് മിച്ചമുള്ളത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഒരിക്കലും ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വന്നപ്പോൾ 5 ലിറ്റർ ഉണ്ട്, 4 ലിറ്ററേ തളിക്കാൻ പറ്റുള്ളൂ, ബാക്കി 1 ലിറ്റർ ഉണ്ട്, അതിനെ തിരിച്ച് ഒരിക്കലും ഈ സൊല്യൂഷനിലേക്ക് ഒഴിച്ചു വയ്ക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സൊല്യൂഷനും കൂടെ കേടായിപ്പോവും. അപ്പോൾ അത്തരത്തിൽ ആവശ്യാനുസരണം എത്രയാണോ അത്രയും മാത്രം എടുത്ത് പ്രയോഗിക്കുക.